വി രാജേഷ്, അപ്പോൾ പിണറായി വിജയൻ ഒരു വിഷൻ ഡോക്യുമെന്റ് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ കേന്ദ്രത്തിൽ ഇത് ചെയ്യാറുണ്ടല്ലോ, വിഷൻ ഡോക്യുമെന്റ്, അമൃതകാലത്തിന് വേണ്ടിയുള്ള വിഷൻ ഡോക്യുമെന്റ് നരേന്ദ്രമോദി അവതരിപ്പിച്ചിട്ടില്ലേ? ഇപ്പൊ പിന്നെ പിണറായി വിജയൻ കേരളത്തിലെ ഭരണാധികാരി അദ്ദേഹത്തിന്റെ വിഷൻ ഡോക്യുമെന്റ്, കേരളത്തെ മെച്ചപ്പെടുത്താനുള്ള ഡോക്യുമെന്റ് അവതരിപ്പിച്ചാൽ കുഴപ്പമാണോ? ഇപ്പോൾ സ്വകാര്യ മൂലധനത്തെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ സർക്കാരുകളും, യൂണിയൻ സർക്കാരായാലും ഈ രാജ്യത്തെ ഫെഡറൽ സർക്കാരുകളായാലും ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിലെ സർക്കാർ മാത്രം സ്വകാര്യ മൂലധനം വേണ്ട, അല്ലെങ്കിൽ അതിനെ ഞങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നില്ല, അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ നയപരമായി ഇപ്പോൾ CPM വരുത്തുന്ന ഈ പുതിയ നയരേഖയുടെ എന്തെങ്കിലും വ്യത്യാസമോ എതിരഭിപ്രായമോ BJPക്കുണ്ടോ? പിണറായി വിജയൻ അവരുടെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അവരുടെ മുഖ്യമന്ത്രിക്ക് വികസന രേഖ അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ആ വികസന രേഖ അവതരിപ്പിച്ചതിനെ പോസിറ്റീവ് ആസ്പെക്റ്റാണ് കാണുന്നത്. ഞാൻ സൂചിപ്പിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വന്ന ചേഞ്ചാണ്. അങ്ങ് തന്നെ പറഞ്ഞല്ലോ, സംസ്ഥാന സെക്രട്ടറി, ഇപ്പോൾ ജില്ലാ സമ്മേളനമാണെങ്കിൽ ജില്ലാ സെക്രട്ടറി അവരുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു, അതിന്മേലുള്ള അവരുടെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ച, അതിൽ നിന്നൊക്കെ മാറി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു റിപ്പോർട്ടോ പ്രോജക്റ്റോ അവതരിപ്പിക്കുന്നു. അതിൽ ചുറ്റിപ്പറ്റിയുള്ള മാധ്യമ ചർച്ചകളിലും അതിൽ ചുറ്റിപ്പറ്റിയുള്ള പാർട്ടി സമ്മേളനങ്ങളിലുമേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള ആ ഒരു ചേഞ്ചാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ പഠിച്ച കാര്യം ഞാൻ മാതൃഭൂമിയുടെ മുമ്പ് പ്രസൻറ്റ് ചെയ്തത്. അല്ലാതെ അദ്ദേഹം വികസന രേഖ അവതരിപ്പിക്കുന്നതിന് ആൾക്കാർ തടസ്സം. CPMന്റെ വികസന പാർട്ടി സമ്മേളനത്തിൽ അവരെന്താ അവതരിപ്പിച്ചത്, എനിക്കെന്താ കാര്യം? എനിക്കത് വലിയ, ഞാൻ പറയുന്നതിൽ ഒരു പ്രസക്തിയുമില്ല, അവരവതരിപ്പിച്ചോട്ടെ. പക്ഷേ ഒരു പ്രശ്നം, ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത്, ഞാനാണ് സംസ്ഥാനം ഭരിക്കുന്നതെങ്കിൽ ഞാൻ ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത്, അവിടെ നേരത്തെ അഭിലാഷ് പറഞ്ഞതുൾപ്പെടെയുള്ളൊരു ചെയിൻ ഓഫ് ഇഷ്യൂസ് ഉണ്ട്. അവിടെ ഏറ്റവും, ഞാൻ ചോദിക്കട്ടെ, 9 വർഷം ഈ സംസ്ഥാനം പിണറായി വിജയൻ ഭരിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കേരളത്തിൽ നാളെ ഈ നാടിനെ നയിക്കേണ്ട, നാളെ എന്ന് പറയണ്ട ഇന്ന് നയിക്കുന്നത് യുവാക്കളാണ്. ഈ യുവതലമുറ മുഴുവൻ തന്നെ ലഹരിയുടെ പിടിയിൽ അകപ്പെട്ട് നിൽക്കുമ്പോഴേക്കും അതിനെക്കുറിച്ച് ഒരു അക്ഷരം അദ്ദേഹം പരാമർശിക്കുന്നില്ലല്ലോ. ഈ ലഹരി മാഫിയകളെ ഏതു തരത്തിൽ കൈകാര്യം ചെയ്യാം, ആ വിഷയമില്ല. നാളെ കേരളത്തിൽ അഭിലാഷ്, ഈ പണ്ട് മദ്യപിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്. പക്ഷേ അതിനേക്കാൾ എന്ത് അപകടകരമായ ഒരു സാഹചര്യമാണ് പെൺകുട്ടികൾ ഉൾപ്പെടെ ലഹരി ഉപയോഗിക്കുന്നത്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് ഇപ്പോൾ എന്താണ് പ്രോപ്പർ പ്ലാൻ ഉള്ളത്? ആശാവർക്കന്മാരുടെ സമരം ഞാൻ ആവർത്തിക്കുന്നില്ല, സമൂഹത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ അത് പറയാതെ ഇവർ വികസന രേഖ പറഞ്ഞിട്ട് മൂന്നാമത്തെ ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പിണറായി വിജയൻ തന്നെ പറഞ്ഞ, ഇപ്പോൾ അതിൽ 8-10 കാര്യങ്ങൾ എല്ലാം ഒരേ കാര്യങ്ങളാണ്, ഭാഷ മാറ്റി പറഞ്ഞതേ ഉള്ളൂ. അത്തരത്തിൽ വൻ പദ്ധതികൾ കൊണ്ടുവരും, ഇവിടുന്ന് വൻ സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരും. ഇതൊക്കെ പറയുമ്പോൾ ഇപ്പോൾ റോഡും റെയിലും വികസനം ഉണ്ടാക്കുമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്ന 4-ാമത്തെ 5-ാമത്തെ പോയിന്റ് എന്നാണ് ഞാനൊരു ചാനലിൽ കണ്ടത്. അങ്ങനെ പറയുമ്പോൾ 1 ഇഞ്ച് ഭൂമി പോലും കേന്ദ്രം പണം കൊടുക്കാൻ തയ്യാറായിട്ട് പോലും 1 ഇഞ്ച് ഭൂമി പോലും ഏറ്റെടുത്ത് വികസനത്തിന് വേണ്ടി സംഭാവന ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ 9 വർഷമായിട്ട് സാധിക്കാത്ത സർക്കാർ, ആ സർക്കാരിന് എങ്ങനെയാണ് അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ ഇല്ലാതെ ദേശീയപാത പണിതത് നേരത്തെ പതിറ്റാണ്ടുകൾ സ്ഥലമേറ്റെടുത്തു കൊടുത്തു എന്ന് മാത്രമല്ല, അല്ല അത് കഴിഞ്ഞ 9 കൊല്ലത്താണ്. കിഫ്ബി വഴി 5500 കോടി രൂപ കൊടുത്തിട്ടാണ്. ആലപ്പുഴയിൽ ഞാൻ പറയട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ആലപ്പുഴയിൽ പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് സ്ഥലം ഏറ്റെടുത്തത്. 30-40 വർഷം മുമ്പ് സ്ഥലം ഏറ്റെടുത്ത കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരിന് ഇച്ഛാശക്തിയില്ലാത്തോടെ നടക്കാത്തത്. കഴക്കൂട്ടംകാരോട് കഴിഞ്ഞ 40 മീറ്റർ കഴക്കൂട്ടംകാരോട് കഴിഞ്ഞ 40 വർഷം മുമ്പ് സ്ഥലം ഏറ്റെടുത്ത പുല്ലും കാടും അത് നരേന്ദ്രമോദി സ്ഥലം ഉടമകൾക്ക് ഭൂമി ഏറ്റെടുത്തതിന് ശേഷം അവർക്ക് പണം കൊടുക്കുക, സ്ഥലം ഏറ്റെടുത്ത് കൊടുത്ത് NHAI ഏൽപ്പിക്കുക. NHAI കേരളത്തിലെ ഓഫീസ് പൂട്ടിപ്പോയ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഇപ്പോ നമുക്ക് ദേശീയപാത 1.5 കൊല്ലത്തിനകം വരാൻ പോകുന്നത്. NHAI ഇവിടെ വന്നിട്ട് ഉദ്യോഗസ്ഥർ മാനത്തോക്കി ഇരിക്കാൻ പറ്റുമോ? ഭൂമിയില്ല. ഞാൻ ചോദിക്കട്ടെ അഭിലാഷേ, തിരുവനന്തപുരത്ത് കരമന മുതൽ കളിയിക്കാവിള റോഡുണ്ടല്ലോ, ബാലരാമപുരം ഏറ്റവും തിരക്കുള്ള സ്ഥലം. എന്തേ ബാലരാമപുരത്ത് വരുന്ന ഒരു 1.5-2 കിലോമീറ്റർ റോഡ് സ്ഥലമേറ്റെടുത്ത് പറയാൻ സംസ്ഥാന സർക്കാർ സാധിക്കുന്നില്ല? ആ ബാലരാമപുരം ജംഗ്ഷന്റെ തൊട്ടിപ്പുറത്ത് വന്നിട്ട് വികസനം അവസാനിച്ച് നിൽക്കുകയല്ലേ? എന്തേ കേരള സർക്കാർ സാധിക്കുന്നില്ല? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എത്ര തവണ കത്തെഴുതി, എന്തേ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ല? അതേ പ്രശ്നം കേരളത്തിൽ പല സ്ഥലത്തുമില്ലേ? ബാലരാമപുരത്ത് എന്ത് പ്രശ്നമാണ് വികസനത്തിന് തടസ്സമായിരിക്കുന്നത്? അതേ പ്രശ്നം കേരളത്തിൽ പല സ്ഥലത്തുമില്ലേ? എന്തുകൊണ്ട് പിണറായി വിജയൻ ഗവൺമെന്റ് അഡ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല? ബാലരാമപുരത്ത് എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല. പക്ഷേ 2026 ഇലക്ഷനിലേക്ക് പോകുമ്പോൾ ഇടതുമുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേന്ദ്രത്തിൽ NHAIയുടെ ഈ റോഡ് പണിയായിരിക്കും. കേരളത്തിൽ ഹൈവേ പൂർത്തീകരിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് മാത്രമല്ല, 2016 K സുരേന്ദ്രന്റെ, താങ്കളുടെ നേതാവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്.
ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാനും ഗെയിലിന് പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാനും കഴിഞ്ഞാൽ പിണറായി വിജയനെ ഞാൻ സമ്മതിക്കാമെന്ന്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വാളിൽ ആ പോസ്റ്റ് ഉണ്ടോ എന്നറിയില്ല. പക്ഷേ 2016 കെ സുരേന്ദ്രൻ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യവും നടന്നു കഴിഞ്ഞു എന്ന കാര്യത്തെ നമുക്ക് എന്താ പറയുക അംഗീകരിക്കാതിരിക്കാനോ മറക്കാനോ പറ്റില്ല. അഭിലാഷ്, ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേയുടെ സ്ഥലമൊക്കെ തന്നെ 30-40 വർഷം മുമ്പ് എടുത്തിട്ട സ്ഥലമാണ്. ചില സ്ഥലങ്ങളിലുള്ള എതിർപ്പ് നരേന്ദ്രമോദി ഗവൺമെന്റ് ശക്തമായ സമ്മർദ്ദം കൊണ്ട് ചില സ്ഥലങ്ങളിലുള്ള CPM-ഉം CIT-യും സമരം ചെയ്ത് തടസ്സപ്പെടുത്തിയിരുന്ന ചില തടസ്സങ്ങൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം പാർട്ടിയിലൂടെ അവർ ഞാനാണ് മുഖ്യമന്ത്രി ഇനി നടക്കണം പല സ്ഥലങ്ങളിലും ദേശീയപാത വികസനത്തിന് അനുകൂലമാണെന്ന് അന്ന് പിണറായി വിജയൻ UDF സർക്കാരിന്റെ കാലത്ത് പറഞ്ഞു. ഇത് ഒരു തരത്തിലും വസ്തുത